പഠിക്കണോ? എന്താണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വശംസി, സൂര്യനെ തന്നെയാണ് സത്യം. ഈ ഭൂമിയേക്കാൾ പിണ്ടവലിപ്പമുള്ള 14,95,97,906 കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ഈ സൂര്യനേക്കാൾ പിണ്ടവലിപ്പമുള്ള ലക്ഷക്കണക്കിന് ഹീലിയം ഹൈഡ്രജനാക്കി മാറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആണവതലയമായ സൂര്യനെ തന്നെയാണ് സത്യം. വദുഹ, അല്ലാഹു നിർത്തിയില്ല. വദുഹ, ആ സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രകാശത്തെക്കാളും സൂര്യന്റെ പ്രകാശത്തിന് പ്രത്യേകതയുണ്ട് എന്നല്ലേ അർത്ഥം? വശംസി, സൂര്യനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആലിമീങ്ങൾ പറയും. കുല്ലു പറഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ അതിന്റെ ജുസു പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് ഒരു കാര്യം. ഇപ്പോ മുസമ്മിൽ മൗലവി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൈ എന്ന് പറയേണ്ട കാര്യമില്ല. മുസമ്മിൽ മൗലവി അദ്ദേഹം മുഴുവൻ ഈ 6 അടി 12 ഇഞ്ച് പൊക്കത്തിലും ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും എന്തൊക്കെയുണ്ടോ അതുണ്ട്. അപ്പൊ ഇത്രയും എന്താ പൊക്കം എന്ന് പറയുമ്പോ പൊക്കമാണ്. തബയ്യനലി അന്നൽ കമാതദില്ലതു വഅന്ന അസ്സാരിജാലി തിയാലുഹാ. അങ്ങനെ ഷായിർ ബൈത്ത് അങ്ങനെയല്ല, അൽഫിയാണോ? അൽഫിയുടെ ഷായിർ ബൈത്തുണ്ട്. തബയ്യനലി അന്നൽ കമാതദില്ലതു വഅന്ന അസ്സാരിജാലി തിയാലുഹാ. തബയ്യനലി, എനിക്ക് വ്യക്തമായി, അന്നൽ കമാതദില്ലതു, പൊക്കം കുറവാണെന്നുള്ളത് ആളുകൾ പരിഹസിക്കാൻ കാരണമാണ്. പക്ഷേ വഅന്ന അസ്സാരിജാലി, പുരുഷന്മാരിൽ ഏറ്റവും ഉത്തമൻ തിയാലുഹ, പൊക്കമുള്ള ആളാണ്. തിയാലുഹ, പൊക്കമുള്ള ആളാണ്. കാരണം പുരുഷന് പൊക്കം ഒരു റുജൂലിയത്തിന്റെ അടയാളമാണ്. പൊക്കം കുറവാണേല് ആളുകൾ പരിഹസിക്കും. അതുകൊണ്ടാണ് റോമയില് ഏറ്റവും പൊക്കം കുറഞ്ഞ സഹാബിയാരാ? 1,00,000 വരെ വരുന്ന പ്രവാചകർ സഹാബാക്കളിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാരാ? സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി. നിങ്ങൾ ഇപ്പൊ ഖുർആനല്ലല്ലോ പഠിച്ചവന്. ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാണ് മഹാനായ സയ്യിദിനാ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പഠിച്ചു വെച്ചോളൂ, ഇനി വേറെ ആരും പഠിപ്പിക്കേണ്ടി വരരുത്. ഏറ്റവും പൊക്കം സഹാബി മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടിട്ട് ആളുകൾ ചിരിക്കുന്ന ഒരു രംഗമാണ്. ഇൻഷാ അല്ലാഹ് അവസാനം ഞാൻ സമയം കിട്ടിയാലും പറയാം. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പൊക്കം കുറഞ്ഞ സഹാബിയാണ് സയ്യിദുനാ അലി. സയ്യിദുനാ അലി റളിയല്ലാഹു തആല ഏറ്റവും പൊക്കം കുറഞ്ഞ ആളാണ്. ഏറ്റവും പൊക്കം കൂടിയ ആള് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പൊക്കം കൂടിയ ആളാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആരാ? സിദ്ദീഖ് സിഫിൽ യാ ആയിഷ സിഫിലി അബാക. ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ സഹാബത്ത് ചോദിച്ചു, ആയിഷ ബീവിയെ, നിങ്ങളുടെ പിതാവിനെ കുറിച്ചൊന്ന് വർണ്ണിച്ചു തരുമോ? ആരാണ് എന്റെ പിതാവ്? സിദ്ദീഖ ബിൻത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ ബീവി. നിന്റെ പിതാവിനെ കുറിച്ചൊന്ന് വർണ്ണിച്ചു തരുമോ? അപ്പോ പറഞ്ഞു, റജുലുൻ അബിയള നഹീഫുൻ, എന്റെ വാപ്പ വെളുത്ത ആളാണ്, മെലിഞ്ഞ ആളാണ്, പൊക്കം കൂടിയ ആളാണ്. വെളുത്തിട്ട് മെലിഞ്ഞ ആളാണ്. മെലിഞ്ഞ ആളെന്ന് പറഞ്ഞാൽ ആയിഷ ബീവി പറയണുണ്ട്, ഈ അരയുടെ ഭാഗത്ത് നന്നായിട്ട് വണ്ണം കുറഞ്ഞിട്ട് നേരെ ഈ പൊക്കവും കൊണ്ട് നേരെ എന്താ പറയാ ഒരു സ്തൂപചലനമാണ്, സ്തൂപ ഭംഗിയാണ്. നേരെ ഇങ്ങനെ അരയുടെ ഭാഗത്ത് പോലും വണ്ണമില്ല, ചിലർക്ക് ആ ഭാഗത്തുണ്ടാവും. അതുകൊണ്ടാണ് വിഷയം മാറി പോലും ഉടച്ചവനെ. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഒരു ഹദീസ് പറഞ്ഞു, മൻജറ തൗബഹു ഖുയലാ, ആരെങ്കിലും അഹങ്കാരത്തോടെ
ഒരാളവന്റെ വസ്ത്രം ഞെരിയാണിയുടെ താഴെ ഇറങ്ങിയാൽ ആ ഭാഗം നരകത്തിലെ തീയാണെന്ന് ഹബീബ് ഹദീസ് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിതാവ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഞാൻ അരക്കെട്ടിന് വണ്ണമില്ലാത്ത വല്ലാത്ത മെലിഞ്ഞാളാണ് നബിയെ. വസ്ത്രം ഉടുക്കുമ്പോൾ ഞാൻ മുകളിൽ വെച്ച് കണങ്കാലിന് മുകളിൽ ഉടുക്കും. പക്ഷേ അരക്കെട്ടിന് വണ്ണമില്ലാത്തത് കൊണ്ട് അറിയാതെ താടോട്ടൂർന്നു പോകും നബിയെ. എന്റെ ശരീരം നരകത്തിൽ പോകുമോ എന്ന് ചോദിച്ചപ്പോ വിഷയം ഇതാണെങ്കിലും പഠിക്കാനേറെയുണ്ട്. ഏറെ ഗൗരവമായി കാണാത്ത കാര്യത്തിൽ പോലെ കരഞ്ഞുപോയ സഹാബ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഉടുക്കുമ്പോൾ കണങ്കാലിന്റെ മുകളിലാണെങ്കിലും എന്റെ ശരീരപ്രകൃതി കൊണ്ട് ഈ വസ്ത്രം താഴോട്ടറിയാതെ 2 ചുവട് നടക്കുമ്പോ തുണി താഴേക്ക് പോകും. ഞാൻ എന്ത് ചെയ്യും നബിയേ? തന്റെ സിദ്ദീഖിന്റെ തോളിൽ തട്ടിയിട്ട് ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ, നിങ്ങൾ ഭയക്കണ്ട, ഇന്നക ലസ്ത മിനൽ ഖുയലാ, നിങ്ങൾ ഒരിക്കലും അഹങ്കാരത്തോടെ ചെയ്യുന്നതല്ലല്ലോ, ശരീരപ്രകൃതത്തിൽ അറിയാതെ പോയതല്ലേ. അഹങ്കാരത്തോടെ അഹങ്കാരം കാണിക്കാൻ അത് ചെയ്യുന്നവനാണ് നരകമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി, ഇസ്ലാമിക ലോകത്തിന്റെ ആദ്യത്തെ മഅ്മൂമാണ്. അവ്വലു മൻ സ്വല്ലാ മഅ റസൂലില്ലാഹ്, ഹബീബായ നബി തങ്ങളുടെ പുറകിലെ ആദ്യത്തെ മഅ്മൂമാണ്. കടിവിനാൽ പള്ളിയിലും നമ്മൾ മഅ്മൂമായി നിൽക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മൾ ചിന്തിക്കേണ്ടതെന്തെന്നറിയോ? ഞാൻ സന്ദർഭോചിതമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകാം. ഒരു മഅ്മൂമായി നിൽക്കുമ്പോ ഞാൻ നിൽക്കുന്നത് എവിടെയെന്നറിയോ? സിദ്ദീഖുൽ അക്ബർ നിന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഹബീബായ നബി തങ്ങളുടെ ആദ്യത്തെ മഅ്മൂമാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ച ആളാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ആദ്യം വിശ്വസിച്ചതാരാ? ആദ്യം വിശ്വസിച്ചത് സിദ്ദീഖാണ്. അമാ സമയത്തും ഖൗല ഹസ്സാൻ, ഹസ്സാൻ റളിയല്ലാഹു അൻഹു പാടുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖൈറുൽ ബരിയതിഹും അത്ഖാഹാ വഅദലഹാ ഇല്ലൻ നബിയ വഹും അക്റമുർ റുസുലാ വത്താനിയത്താലിയൽ മഹ്മൂദു മശ്ഹദുഹു വഅൻദകും മിൻ മൻ സദ്ദഖർ റുസുലാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആദ്യത്തെ മഅ്മൂമ്, ഹബീബായ നബി തങ്ങളുടെ ആദ്യത്തെ വിശ്വാസി, അല്ലാഹുവിന്റെ റസൂലിനെ ആദ്യം വിശ്വസിച്ച ആൾ ഈ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് ഖുർആനിൽ കാണണോ? ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ ഇമാമിങ്ങൾ പറയുന്നില്ലേ, അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ ഇദ് തസ്ദീഖ് അമീറുൽ മുഅ്മിനീൻ സയ്യിദിനാ അബീ ബക്കർ സിദ്ദീഖ്. ഇന്നേ വരെ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഹബീബായ നബി തങ്ങൾ കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്ത് പവിത്രതയിലും പ്രഥമ പരിഗണനയിൽ നിൽക്കുന്ന, പരിത്യാഗത്തിന്റെയും പ്രവാചക പ്രണയത്തിന്റെയും പ്രബുല്യമായ പ്രതലങ്ങളെ പ്രവാചക പ്രേമികൾക്ക് കണ്ടിടമിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി തങ്ങളുടെ ആദ്യത്തെ സഹാബി സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സിദ്ദീഖേ കൊടുത്ത സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് കാണണോ? സൂര്യനെ മാത്രമല്ല, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണണമെങ്കിൽ ഖുർആൻ നോക്കിയാൽ മതി. വല്ലദീ ജാഅ ബിസ്സുദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. വല്ലദീ ജാഅ ബിസ്സുദ്ഖി, സത്യവുമായി ലോകത്തേക്ക് വന്ന ആൾ, അവിടെ സിദ്ദീഖ് റസൂലുള്ളാഹിയാണ്. വസദ്ദഖ ബിഹി, ആ സിദ്ദീഖിനെ വിശ്വസിച്ച രണ്ടാമത്തെ സിദ്ദീഖ്. സിദ്ദീഖും സിദ്ദീഖും ഒന്നിച്ചൊരായത്തിൽ വരുന്നുണ്ട്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ബോധം തരട്ടെ. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ബോധം തരട്ടെ. അധിക മനോഹര നൂറുല്ലാഹ്
അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഗതിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ഉറക്കെ എന്തോന്ന് മുഅ്മിനീങ്ങളാണ് ഇന്നലത്തെ വിളിച്ച മുദ്രാവാക്യത്തിനൊക്കെ എന്തൊരു ഉഷാറാണ്. ഇന്നലെയും ഞാൻ കണ്ടനാളത്തിൽ നിന്ന് തൊണ്ട പൊട്ടുമാറുച്ചത്തില് മുട്ടുചുരുട്ടിയിട്ട് ആകാശത്തേക്ക് വിളിച്ച മുദ്രാവാക്യത്തിന് എന്ത് പവറാ. കാരണം എത്ര വർഷത്തേക്ക് 5 വർഷത്തേക്ക്. 5 വർഷം കഴിഞ്ഞാൽ ഇമ്മാ ശാകിറം വ ഇമ്മാ കഫൂറാ. ൂരിന്റെ വിരിമാറിൽ ഞങ്ങളുടെ നേതാവുണ്ടെങ്കിൽ ഇക്കുടിയാണ് കട്ടായം. പകരം ഞങ്ങൾ ചോദിക്കും, ആവേശമായിക്കോളൂ, നിങ്ങളുടെ രാഷ്ട്രീയമായിക്കോളൂ. പക്ഷേ സയ്യിദു സഖലൈൻ, ഇരുലോകത്ത് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ കാലങ്ങളിലും നിങ്ങളുടെ കൈകളിൽ പിടിച്ച് രക്ഷിക്കുന്ന നിങ്ങളുടെ ഒരു നേതാവുണ്ട്. ആ നേതാവാണ് നബിയുനാ ആമന്നാ ബിറസൂലില്ലാഹ്. ബദറിലും മികന്തൊരു ശോഭ നബി, ബീവി ആമിന തന്റെ സബി, വലതുല്ലമീനായി വന്ന നബി. ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ചൊല്ല് ഹസ്ബി റബ്ബി. അപ്പൊ ഇനി ചൊല്ലൂല ഒരേപോലെ. ഞാൻ പറഞ്ഞ ആളൊന്നും ഒരു പ്രശ്നവുമല്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മുത്തഅല്ലിമീങ്ങളുണ്ട്, ഹാഫിളീങ്ങളുണ്ട്, ഖത്തീബുമാരുണ്ട്, എന്റെ പഴയ സുഹൃത്തുക്കളുണ്ട്. സലാമുലല്ലേ, ഞങ്ങൾ ഒന്നിച്ച് ഹിഫ്ള് മതി. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ഹാഫിളാകാൻ പഠിച്ച ആളാണ്. നമ്മുടെ സലാമുലി. അള്ളാഹു നമ്മളുടെ ഉസ്താദന്മാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു മുസമ്മില് വരെ പറഞ്ഞാണെങ്കിലും സിദ്ദീഖ് സൂര്യനെ മാത്രമല്ല, ചന്ദ്രനെ മാത്രമല്ല, സിദ്ദീഖുൽ അക്ബറിനെ നിങ്ങൾക്ക് കാണണോ? ഖുർആനിൽ നോക്ക്, ഖുർആനിൽ നോക്ക്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി. അത് ഹബീബായ നബി തങ്ങൾ സിദ്ദീഖുൽ അക്ബറ. സിദ്ദീഖുൽ അക്ബറിന്റെ സ്വഭാവം നിങ്ങൾക്ക് കാണണോ? ഖുർആൻ നിങ്ങൾ തുറന്നു നോക്ക്. വലാ യഅ്തലി ഉലുൽ ഫളിലി മിൻകും വസഅതി അയ്യുതു ഉലുൽ ഖുർബാ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വഭാവം വലാ യഅ്തലി ഉലുൽ ഫളിലി മിൻകും വസഅ. ഏറ്റവും ശ്രേഷ്ഠനാണ്. വസഅ എല്ലാവരോടും ഉപകാരം ചെയ്യുന്ന ഉപകാരിയായിരുന്നു. സിദ്ദീഖുൽ അക്ബറിനെ കാണണോ? വേണ്ട സഹോദരാ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശുദ്ധ ഖുർആനിലെ 22 ആയത്തുകൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞ ആയത്താ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ നിങ്ങൾക്ക് ഖുർആനിൽ കാണാം. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ബദറുസ് സഹാബത്തി ഫഖം വ ഇഹ്സാനാ. ലോകത്തിലെ ഏറ്റവും വലിയ സഹാബത്തിന്റെ ബദറുളിയായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ആരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾക്ക് കാണണോ? അമ്മൻ ഹുവ ഖാനിതുൻ ആനാൽ ലൈലി സാദിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജു റഹ്മത റബ്ബിഹി. ഈ ഭൂമിയിലെ തോന്യാസിയായിട്ട് രാവും പകരം നടന്ന തെമ്മാടികളും പാതിരാവിന്റെ നിശബ്ദതയില് പടച്ചറപ്പിനെ പേടിച്ചിട്ട് സുജൂദിൽ കടന്ന് കരഞ്ഞ അള്ളാനെ പേടിച്ച് ജീവിച്ച ആളുകൾ സമന്മാരാണെന്ന് നിങ്ങൾ പറയുകയാണോ? ഈ ഭൂമിയിലെ തെമ്മാടികളായിട്ട് നടന്ന അള്ളാഹുവിനെ നിഷേധിച്ച നമസ്കാരത്തെ ഉപേക്ഷിച്ച മുസ്ലിമും അതല്ലാത്ത അമല്
അമലുള്ള മുസ്ലിമും ഒരുപോലെയാണെന്ന് പറയരുത്. അംനജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ. അവർ രണ്ടുപേരും ഒരുപോലെയല്ല. അമ്മൻ ഹുവ ഖാനിതുൻ ആനൽ ലൈലി സാജിദൻ വഖായിമാ. പാതിരാവിന്റെ നിശബ്ദതയിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ പരലോകത്തെ പേടിച്ച് പതിതനെ പോലെ പൊട്ടിക്കരഞ്ഞ സ്വാധികനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടാണ് അമ്മൻ ഹുവ എന്ന് ചോദിക്കുന്നത്. ഇത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. വിശുദ്ധ ഖുർആനിൽ സിദ്ദീഖുൽ അക്ബർ ഉണ്ട്. വിശുദ്ധ ഖുർആനിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, വിശുദ്ധ ഖുർആനിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. അവരെ മാത്രമല്ലല്ലോ, അവരെ മാത്രമല്ല, ഇനി അതിൽ ഉമറല്ലേ ഉള്ളൂ, അതിൽ സിദ്ദീഖുൽ അക്ബർ അല്ലേ ഉള്ളൂ, അതിൽ അലിയുൽ മുർത്തദയല്ലേ ഉള്ളൂ റളിയല്ലാഹു തആല അൻഹും. അല്ല ചെറുപ്പക്കാരാ, അല്ല സഹോദരാ സഹോദരി, ഇനി അഹ്മദ് കബീറിനെ ഖുർആനിൽ കാണണോ? ഈ ഖുർആനിൽ അഹ്മദ് കബീറുണ്ട്. സാഹിബിനെ കാണണോ? കടുവിനാലുകാരെ കാണണോ? അത് സിദ്ദീഖുൽ അക്ബറിനെ കുറിച്ചിട്ടല്ലേ? ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടല്ലേ? ഇത് ഉസ്മാൻ. സൂര്യനെ ഞാൻ പറയാൻ കേട്ടോ, മിണ്ടണ്ട, ഞാൻ മറന്നിട്ടില്ല. ആദ്യമേ ഇനി അസ്ട്രോണമിയും ജോഗ്രഫിയും പറഞ്ഞ ആളുകൾ ബോറടിക്കണേ. ഞാൻ പറയാം, സൂര്യപ്രകാശം പറയാ, സോളാർ നോക്കിയിരിക്കുക, എപ്പോഴത് പറയണേ, അത് ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ആ കൂട്ടത്തിൽ ഇനി നിങ്ങളെ എന്നെ കാണണോ? ഞാനുണ്ടത്. മുസമ്മിൽ മൗലവിയുണ്ടോ? ഞാൻ ഉണ്ടത്. ഇല്ലേ? ഖുർആനിലില്ലേ? നമ്മള് ഖുർആനിലില്ലേ? നമ്മൾ ആരാ സാധനം? നമ്മൾ ചെറിയ ആളുകളെ നമ്മളെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രവും താരാപഥവും ഗാലക്സിയും ഉൽക്കയും അസ്ട്രോണമിയും ജോഗ്രഫിയും ബയോഗ്രഫിയും ഇത് മാത്രമൊന്നുമല്ല. ജിബ്രീലും മീകായിലും മാത്രമല്ല, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ലോകത്തിലെ സഹാബത്തും മാത്രമല്ല, അഹ്മദ് കബീർ അതിലുണ്ട്, ഞാനും നിങ്ങളുമുണ്ട്. പക്ഷേ ഖുർആനിലൂടെ നമ്മളെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. നമ്മളില്ലേ? വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. വഫീ അൻഫുസികും, നിങ്ങളും ആ ഖുർആനിലുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ അതിനെ കുറിച്ച് നോക്കാത്തതെന്താ? കൊണ്ട് നമ്മൾ നോക്കാത്തതുകൊണ്ടാണ്. അതാ നമ്മൾ നോക്കാത്തതുകൊണ്ടാണ്. വഫീ അൻഫുസികും, അക്കൂട്ടത്തിൽ സൂറത്ത് ദാരിയാത്ത് അല്ലേ? ദാരിയാത്തല്ലേ? പോലെ ദാരിയാത്തല്ലേ? വഫീ അൻഫുസികും വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ആ ഖുർആനിൽ നിങ്ങളുണ്ട്. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നോക്കാത്തതെന്താ? നോക്കിയാ കാണും. നോക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവണില്ലേ? ഞാൻ പറയണെങ്കിൽ മനസ്സിലാവണില്ലേ? അല്ലാഹുവേ മാലക്കും ലാ തന്തിക്കും, നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ മിണ്ടാത്ത എന്താ? ഞാൻ പറയണെങ്കിൽ മനസ്സിലാവണില്ലേ? ഞാൻ വെറുതെ വാതു പറഞ്ഞാൽ മതി, നമുക്ക് 2 മണിക്കൂർ പറഞ്ഞു പോകാം. കഥകള്, കഥാകഥനങ്ങള്, സമ്മോഹനങ്ങളും ഉപമകളും ഉൽപ്രേക്ഷങ്ങളും മറ്റൊന്നും ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക, ഉൽപ്രേക്ഷ, കാലംകൃതി എന്നും പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഉപമ ഉൽപ്രേക്ഷയൊക്കെ പറഞ്ഞു പോകാം. ഞാൻ ഇരിക്കുന്ന ഒരു സമയത്ത് വിശുദ്ധ ഖുർആനിൽ എന്റെ ഹാഫിളീങ്ങളെ നിങ്ങൾ ലോകത്ത് സമ്മാനിക്കുമ്പോൾ എന്താന്ന് നിങ്ങൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അതിനകത്ത് നമ്മൾ മാത്രമല്ല, അതിനകത്ത് ഹിന്ദുവിനോടെങ്ങനെ, ക്രിസ്ത്യാനിയോടെങ്ങനെ, മനുഷ്യനോടെങ്ങനെ, മുസ്ലിമിനോടെങ്ങനെ, ആരാവണം, എല്ലാം അതിലുണ്ട്. മാ ഫർറത്തിന ഫിൽ കിതാബി മിൻ ഷൈ, ഒന്നും വിട്ടിട്ടില്ല. നമ്മളും അതിലുണ്ട്. പക്ഷെ നമ്മൾ അതിനകത്തെ അഫലാ തുബ്സിറൂൻ, നിങ്ങൾ നോക്കാത്തതെന്താ? നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടോ? എല്ലാ റമളാനിലും നമ്മൾ എത്ര ഖത്ത് ഓതും? എത്ര ഖത്ത് നമ്മൾ റമളാനി ഓതും? നമ്മൾ ഇങ്ങനെ ഓതിപ്പോകും. ഈ ആയത്ത് നമ്മൾ ഓതിയിട്ടില്ലേ? ആ ഓതിയപ്പോ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ഇതിലുണ്ട്, നിങ്ങൾ നോക്കാത്തതെന്താ? ആ ആയത്ത് നിർത്തിയിട്ട് നമ്മൾ ഇതുവരെ നോക്കിയിട്ടുണ്ട്? എന്നെ നോക്കിയിട്ടുണ്ട് അതിനകത്ത്? എന്തുകൊണ്ട്? നമുക്കതറിയില്ല. നമ്മുടെ ഒരു 1.5 ഓത്തല്ലേ. നമ്മളിങ്ങനെ ഓതന കേട്ടാൽ, യാസീനൊക്കെ മരിപ്പൂട്ടി ഓതന കേട്ട, മരിപ്പ് വീട്ടിൽ ഒരു യാസീനോദലുണ്ട്, ഫാത്തിഹ. ഇടയ്ക്കൊരു ഉത്താനവും
നിയാമന്ത് വിറപ്പിക്കുമ്പോൾ അപ്പൊ അടുത്തേക്ക് തെറ്റിക്കുമ്പോ അവന് ഒത്തോട്ട് പോകും. അപ്പൊ അവൻ ഇൻകാരത്തില്ലാതെ നമ്മളൊരു ഓത്തലാണ്. ആ പോക്കങ്ങോട് പോക്കത്തേ ഉള്ളൂ. ഇതങ്ങനെ ഓതാൻ തന്നതല്ല. നിന്റെ ഹൃദയത്തെ ഉറപ്പിച്ചോതാനുള്ളതാണിത്. നമ്മുടെ ഒരു ഓതല് തന്നെ ഒരു മലയാളികളുടെ ഒരു ഓതല് പ്രത്യേക ഓതല. അങ്ങനെ ഓതന ഒരു കൗമ ലോകത്താണ്. അറബികൾ ഇങ്ങനെ പാട്ട് പാടുന്ന കേട്ടിട്ടുണ്ട്. മലയാളികൾ ഖുർആൻ അങ്ങനെ ഒരുമാതിരി ഒരു മാപ്പിളപ്പാട്ട് ശൈലിയിലാണ്. അറബികൾ അങ്ങനെ ഓതും, മിസ്രികൾ അങ്ങനെ ഓതും. നോർത്ത് ഇന്ത്യ പോയാൽ പോലും അവർ ഓതുന്നതിന് ഒരു ഖുർആന്റെ ശൈലിയുണ്ട്. നമ്മൾ മാത്രം എന്താണ് നമ്മളൊരു അത് നമ്മളെ കണ്ട പൂങ്കാറ്റെ കാരൊക്കെ നീ കൊണ്ടുവന്നാട്ടെ. നമ്മുടെ ഈ മാപ്പിളപ്പാട്ടിന്റെ ഒരു ശൈലി നമ്മുടെ ഖുർആനോദിനെ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ പണ്ട് മുതലേ കേട്ടു വന്ന ഒരു ശൈലി അതിനെ അറബികൾ ഈ ശൈലി കേട്ടിട്ടില്ല, അവിടെ സ്വാധീനിക്കില്ല. നമുക്ക് പണ്ട് പോലെ ഒരു താളം ഉള്ളതുകൊണ്ട് ആ താളം ഇതിനെന്ത് ചെയ്യും, സ്വാധീനിക്കും. എല്ലാത്തിലും ആ മാപ്പിളപ്പാട്ട് എന്ത് ചെയ്യും, വരും. നമ്മളിത് ഓതി, പക്ഷേ നമ്മളിത് ചിന്തിച്ചിട്ടില്ല. മഹാനായ സയ്യിദുനാ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു, മഹാനായ സയ്യിദുനാ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ശ്രദ്ധിച്ച് കേൾക്കണേ വിശുദ്ധ ഖുർആനിനെ. മഹാനവറുകൾ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ സൂറത്തുൽ ദാരിയാത്തിലെ ആയത്ത് ഓതി വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. നിങ്ങളെയും ഈ ഖുർആനിൽ ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. മഹാനവറുകൾക്ക് വലിയ സംശയമായി, എവിടെയാണ് എന്നെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞത്? ഇതേവരെ ഞാനത് കണ്ടിട്ടില്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് അഫലാ തുബ്സിറൂൻ, നിങ്ങൾ അതിനെ കുറിച്ച് നോക്കാത്തതെന്താ? അഫലാ തഅഖിലൂൻ, നിങ്ങൾ അതിനെ ചിന്തിക്കാത്തതെന്താ? ആ ചിന്തയുടെയും നോട്ടത്തിന്റെയും പരിമിതിയാണെന്ന് കരുതി മഹാനവറുകൾ സൂറത്തുൽ ബഖറ മുതൽ ഓതാൻ തുടങ്ങി. അതിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തിലെ മുഴുവൻ വസ്തുക്കളെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് എവിടെയാണ്? അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയാ. അവസാനം അദ്ദേഹം ഓതി ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങളെല്ലാവരും വിജയിച്ചവരാ എന്ന് പറഞ്ഞിട്ട് കുറെ അടയാളങ്ങൾ പറയുമ്പോ അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, അല്ലാഹുവേ ഇത് എന്നെ കുറിച്ചല്ലല്ലോ. വിശ്വാസത്തിന്റെ വിളിയടയാളമായതിന്റെ പാരമ്യതയിലെത്തിയവരെ കുറിച്ചായി പറയുക. അങ്ങനെ ഓതി സൂറത്ത് സജദയെത്തി. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു പാതിരാ സമയത്ത് നല്ല തണുപ്പുള്ള ഈ ഡിസംബറിന്റെ നല്ല തണുപ്പുള്ള നേരത്ത്, ഈ ക്രിസ്മസിന്റെ നവവത്സരാംശംസകൾ കടന്നു വരുന്ന പ്രഭാതത്തിന് മഞ്ഞുതള്ളികൾ പുൽക്കൊടികളോട് പ്രണയം പറഞ്ഞ് പറ്റിപ്പിടിച്ച് ചേർന്നിരിക്കുന്ന നനുനനുത്ത മേഘപാളികൾ മഞ്ഞുപാളികളോട് കൗശലം പറയുന്ന ഈ സുന്ദരമായ പ്രഭാതത്തില്, നല്ല തണുത്തുറഞ്ഞ ഒരു പ്രഭാതത്തിൽ ഉറക്കറയിൽ നിന്ന് എഴുന്നേറ്റ് നല്ല തണുത്ത വെള്ളത്തിൽ ഒലുവെടുത്ത് പടച്ചവന്റെ മുന്നിൽ തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അല്ല. ഇത് അഹ്നഫ് ബിൻ ഖൈസിനെ കുറിച്ചിട്ടല്ല. ഞാനൊന്നും ഇത്രത്തോളം നല്ല ഔന്നത്യത്തിലെത്തിയില്ല. ഒരു പ്രാവശ്യം ഖുർആൻ മുഴുവനും പാരായണം ചെയ്തിട്ട് ഒരായത്തിൽ പോലും തന്നെ കണ്ടെത്താൻ കഴിയാതെ നിരാശയോടെ ആ ഖുർആൻ മടക്കി വെക്കുമ്പോഴാണ് അഹ്നഫ് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ ഒരായത്തുടക്കിയത്. وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا عسى الله أن يتوب عليهم والله عليم حكيم. وآخرون اعترفوا بذنوبهم ഇതൊന്നുമല്ലാത്ത ഒരു വിഭാഗം ജനങ്ങൾ ഈ ഭൂമി ലോകത്തുണ്ട്.
അവര് ജീവിതത്തിൽ പാപം ചെയ്യുന്നവരാ. ഖലതു അമലൻ സാലിഹാ, സൽക്കർമ്മം അവര് ചെയ്യുന്നുണ്ട്. വആഖറ സയ്യിആ, മറുഭാഗത്തോട്ട് അവർ ദുഷ്കർമ്മങ്ങളെ കലർത്തുന്നുമുണ്ട്. ജീവിതത്തിലെ നന്മകളെ തിന്മകളോട് കലർത്തി നന്മയും തിന്മയും ചെയ്ത് ജീവിക്കുന്ന ആളുകൾ പിന്നീട് തിന്മയെ തിരിച്ചറിയുമ്പോൾ അവര് പശ്ചാത്തപിക്കുന്നവരാ. അഹ്നബിനെ കൈസർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതാണ് പടച്ചവൻ എന്നെ കുറിച്ച് പറഞ്ഞത്. ഇതാണ് അല്ലാഹു എന്നെയും നിങ്ങളെയും കുറിച്ച് പറഞ്ഞതാണ്. വാഹറൂന, വേറൊരു വിഭാഗം ആളുകളുണ്ട്. ഖലതു അമലൻ സാലിഹൻ വആഖറ സയ്യിആ, അവരെ നന്മകളെ തിന്മയിലേക്ക് കൂട്ടിക്കേർത്തും. ഇതാണ് നമ്മളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ എവിടെയാണ്? ഇതാണ് അഹമ്മദ് കബീർ. നന്മയും ചെയ്യും, എന്നെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, ഒന്നാമത് ഇറങ്ങി പോകാൻ പോലും സ്ഥലമില്ല. നിങ്ങളെ പറഞ്ഞിട്ട് ഞാൻ അല്ലേ തന്നെ സൂക്ഷിച്ച വർത്താനം പറഞ്ഞ എന്തേലും രാഷ്ട്രീയം വന്നതെന്ന് തീർന്നു. അതുകൊണ്ട് ഇതാണ് നമ്മൾ. ഒരു വിഭാഗം ആളുകൾ നന്മകൾ ധാരാളം ചെയ്യും, കൂടെ എന്ത് ചെയ്യും? തെറ്റും ചെയ്യും. 5 നേരം നിസ്കരിക്കും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, എല്ലാം ചെയ്യും. മോളുടെ കല്യാണത്തിന് തന്നെ എല്ലാ ദീനും പോകും. നമ്മൾ തന്നെ മോന്റെ കല്യാണത്തിന് എല്ലാ നിസ്കാരവും ഉണ്ട്. സഹോദരി പെണ്ണുങ്ങളില്ലേടെ വാതാക്കാൻ എവിടെ? അവിടെയാ. കസറിന്റെ ദൂരത്തിലാണ് ഇരിക്കുന്നത്. അപ്പോ സ്ത്രീകൾ എല്ലാ പെണ്ണുങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. ആയിഷ ബീവി മാത്രമല്ല, മറിയം ബീവിയെ കുറിച്ച് മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങളും ഉണ്ട്. 5 നേരം നിസ്കരിക്കും. സ്വന്തം നിക്കാഹിൽ നിന്ന് ലോഹർ തീർന്നു. ഒളുവെടുത്താല് മാപ്പിള ഇട്ടിട്ട് നിക്കാഹ് തന്നെ മുടങ്ങും. ഈ കുട്ടിയും ചാന്തും പൊട്ടും എല്ലാം കൂടെ പോന്നാൽ പിന്നെ ആള് വേറെയാവും. അപ്പൊ അന്ന് മേക്കപ്പ് ചെയ്താൽ നിക്കാഹിന്റെ അന്ന് ലോഹർ നിസ്കരിച്ച എത്ര പേരുണ്ട്? അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ആരാ? നമ്മളെ ഖുർആൻ പറയുന്നുണ്ട്, നന്മ ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ അറിയാതെ തിന്മ 5 നേരം നിസ്കരിക്കുന്നുണ്ട്. ചെറിയ ഒരു കടമുണ്ട്, സുബഹിക്ക് വന്ന് കടം വീടാനുള്ള ദുആയും ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈരി വഖഹരി റിജാൽ. ഈ ദുആ ചൊല്ലിയാൽ കടം വീടുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഏതോ ഖത്തീബ് ഉസ്താദ് പറഞ്ഞു തന്നു. ആ ദുആയും ചെയ്തു. പോണ വഴിക്ക് ഒരു ലോട്ടറി എടുത്തു. ഒന്നുകിൽ ദുആ ഫലിച്ചില്ലെങ്കിൽ ലോട്ടറി അടിച്ചിട്ടെങ്കിലും തീരണം. ഇതാണ് ഖലത്തു അമലൻ സാലിഹൻ വആഖറ സയ്യിഅ. സഹാബത്തുകൾക്ക് ആ ദുആ ഓതിയപ്പം അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 6 മാസം കൊണ്ട് എന്റെ കടം മാറി. നമ്മളെ മാറൂല. എന്തുകൊണ്ട്? നമുക്ക് 2 തവക്കുല. ഒന്നുകിൽ ദുആയിലും തവക്കലുണ്ട്, ലോട്ടറിയിലും തവക്കലുണ്ട്. അതിൽ മാത്രം തവക്കലുണ്ടെങ്കിലേ അത് മാറും. അത് ഈമാന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവണില്ലേ? ഇതാണ് നമ്മളെ കുറിച്ചും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. അവരെ നന്മകളും തിന്മകളും ജീവിതത്തിൽ ഇടകലർന്നവരാ. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ തിന്മകളെയും എല്ലാ നന്മകളെയും നശിപ്പിച്ചു കളയുന്ന തിന്മകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ തെറ്റുകളെയും നീ പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. എന്നിട്ട് യഥാർത്ഥ മുഅ്മിനീങ്ങളായി ഞങ്ങളെ നീ ജീവിപ്പിക്കണേ അല്ലാ.